ഇതൊരു റിക്വസ്റ്റ് ആണ്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണണം. കഴിയുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ചെങ്ങന്നൂരിലെ KMC ഹോസ്പിറ്റൽ അഥവാ KM ചെറിയാൻ ആശുപത്രി എന്ന കൊള്ള സങ്കേതത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് 2 വീലറിൽ യാത്ര ചെയ്തു വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് സ്കിഡായി. ഞാൻ റോഡിൽ തെറിച്ചു വീണു. ഇടത്തേക്കയുടെ ഈ ഭാഗത്ത് നല്ല വേദനയും നീരും തോന്നി. KMC ഹോസ്പിറ്റലിലാണ് ചികിത്സ തേടി പോയത്. ആദ്യം എക്സ്റേ എടുത്തു, പിന്നെ അവർ CT സ്കാൻ എടുപ്പിച്ചു. കുറച്ച് കഴിഞ്ഞൊരു ഡോക്ടർ വന്നു. ഒരു ആശ്വാസ വാക്ക് പോലും പറയാതെ അയാൾ പറഞ്ഞു തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്: സർജറി വേണം, സീരിയസ് ഇഞ്ചുറിയാണ്, ഇന്ന് അഡ്മിറ്റ് ആവണം, നാളെ രാവിലെ ഓപ്പറേഷൻ, പിന്നീട് 6 ആഴ്ച കയ്യിൽ പ്ലാസ്റ്റർ ഇടണം. ശരിക്കും ഞെട്ടിപ്പോയി. എന്റെ കൂടെ ഉണ്ടായിരുന്നത് അനിയൻ ഫസലാണ്. അവനോട് സർജറി എക്സ്പെൻസിന്റെ കാര്യം സംസാരിക്കാൻ ഡ്യൂട്ടി മാനേജറെ കാണാൻ പറഞ്ഞു. ഒരു മനസാക്ഷിയും ഇല്ലാതെ 2 ലക്ഷം രൂപയാകും ഓപ്പറേഷൻ എന്ന് അയാളും പറഞ്ഞു. എത്രയും വേഗം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു. 5885 രൂപ അവർ ബില്ലടപ്പിച്ചു. പിന്നീട് സീനിയർ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായ ഹരിദാസ് സാറിനെയും നസീർ സാറിനെയും ഞങ്ങൾ പോയി കണ്ടു. ഒപ്പീനിയൻ എടുത്തു. ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്, 3 ആഴ്ച ബാൻഡേജ് കയ്യിൽ ചുറ്റുക, എല്ലാം ശരിയാകും, വേറെ ഒന്നും പേടിക്കാനില്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ KMC ഹോസ്പിറ്റലിൽ നിന്ന് സീരിയസ് ഇഞ്ചുറിയാണ്, സർജറി വേണമെന്നൊക്കെ പറഞ്ഞ കാര്യം ഇവരെ അറിയിച്ചപ്പോൾ ഈ 2 ഡോക്ടർമാരും ഞെട്ടിപ്പോയി. ഏറ്റവും വിഷമിപ്പിച്ചത് 35 വയസ്സ് പോലും പ്രായമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഡോക്ടറാണ് 2 ലക്ഷം രൂപയുടെ തട്ടിപ്പ് സർജറി നാളെ തന്നെ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞത്. അയാളുടെ പേരറിയാമെങ്കിലും അതിവിടെ പറയാത്തത് ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കൊള്ള നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കൂലിക്കാരൻ മാത്രമാണ് അയാളെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. എത്ര പാവങ്ങൾ ഇവർ ഇതുപോലെ പറ്റിക്കുന്നുണ്ടാവും, എത്ര ശരീരങ്ങൾ ഇതുപോലെ ഒരു കാര്യവുമില്ലാതെ കീറി മുറിക്കുന്നുണ്ടാവും, എത്ര ലക്ഷങ്ങൾ ഇങ്ങനെ കൊള്ള നടത്തുന്നുണ്ടാവും. ചെങ്ങന്നൂരിലെ ഈ KM ചെറിയാൻ ഹോസ്പിറ്റൽ ഒരു ഉദാഹരണം മാത്രമാണ്. കേരളത്തിലെ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ മനുഷ്യരുടെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്ത് കോടികൾ ഇങ്ങനെ തട്ടിപ്പറിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ അവയവങ്ങൾ മോഷ്ടിച്ച് വിൽക്കുന്നുണ്ട്. ഗവൺമെന്റ് ആശുപത്രികളിലെ ചികിത്സാ പിഴവ് ചർച്ച ചെയ്യുന്ന പോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന ചികിത്സാ കൊള്ളയും നമ്മൾ ചർച്ച ചെയ്യണം. എല്ലാവരും പ്രതികരിക്കണം. ഗവൺമെന്റ് ഇടപെടണം. ഈ കൊള്ളക്കാരെ പൂട്ടണം. ആരോഗ്യ മേഖലയിൽ പണിയെടുക്കുന്നവരോട് പറയാനുള്ളത്, എന്തെങ്കിലും പ്രതീക്ഷ ബാക്കിയുണ്ടെങ്കിൽ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്ന മനുഷ്യർക്കിടയിലെ ദൈവങ്ങളെ പോലെയാണ് നിങ്ങളെ ഞങ്ങൾ കാണുന്നത്. കയ്യിൽ കിട്ടുന്ന മനുഷ്യരെ കച്ചവടക്കണ്ണോടെ മാത്രം കണ്ട് അവരെ ഓപ്പറേഷൻ ടേബിളിൽ എത്തിച്ച് വെട്ടിക്കീറി പണമുണ്ടാക്കുന്ന മനസാക്ഷിയില്ലാത്ത നാണം കെട്ട കാലന്റെ പണി നിങ്ങൾ ചെയ്യരുത്. ഇനി ഒരാളും നിവൃത്തിയുണ്ടെങ്കിൽ ചെങ്ങന്നൂരിലെ KM ചെറിയാൻ ഹോസ്പിറ്റലിൽ പോവരുത്. നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന ഈ മെഡിക്കൽ ടേംസ് വെച്ച് മറുപടി പറഞ്ഞാലും നിങ്ങൾ കേസ് കൊടുത്താലും അതെനിക്കൊരു പ്രശ്നമല്ല. ഞാനത് നേരിട്ടോളാം. ഞാൻ പറഞ്ഞത് അത്രയും എൻ്റെ അനുഭവങ്ങളാണ്, 100% സത്യമാണ്. കൊള്ള നടത്തുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും നിങ്ങളുടെ അനുഭവങ്ങളും കമന്റ് ചെയ്യുക. മനുഷ്യർക്കിടയിൽ ഈ കൊള്ളക്കാരെ പൂട്ടാൻ കഴിയുന്നത് പോലെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നമ്മുടെ ന്യൂസ് റീഡറായ RJ അന്തുവിന് 2 ദിവസം മുന്നേ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും പുള്ളിക്കാരൻ നേരെ KMC ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടർ അദ്ദേഹത്തിനോട് ഇത് വളരെ സീരിയസ് കണ്ടീഷൻ ആണെന്നും എത്രയും പെട്ടെന്ന് ഒരു സർജറി നടത്തണമെന്നും സർജറിക്ക് ഏകദേശം 2 ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നും പറഞ്ഞു. പക്ഷെ നമ്മുടെ RJ അന്തു മറ്റൊരു ഡോക്ടറെ കാണുകയും പുള്ളിക്കാരൻ പറഞ്ഞത് പ്രകാരം 2 ആഴ്ചത്തോളം ബാൻഡേജ് ഇട്ട് റെസ്റ്റ് ചെയ്താൽ മതിയെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം പൂർണ്ണമായി മാറുമെന്നും പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുകയും KMC ഹോസ്പിറ്റലിനെ നല്ല രീതിയിൽ കുറ്റം പറയുകയും ചെയ്തു. എന്തായാലും ഈ വീഡിയോ വൈറലാവുകയും ഒരുപാട് പേരിലേക്ക് ഇത് എത്തുകയും ചെയ്തു. നമ്മുടെ KMC ഹോസ്പിറ്റലിൽ ഈ ഒരു സർജറിക്ക് ഏകദേശം 2 ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത്. നമ്മുടെ RJ അന്തു അതേ സമയത്ത് മറ്റൊരു ഡോക്ടറെ കാണുകയും പുള്ളിക്കാരൻ്റെ നിർദ്ദേശപ്രകാരം 2 ആഴ്ചത്തോളം റെസ്റ്റ് എടുത്താൽ മതിയെന്നും കൈ ഒന്ന് കെട്ടിവെച്ചാൽ മതിയെന്നും പറഞ്ഞു. എന്തായാലും 2 ആഴ്ചത്തോളം റെസ്റ്റ് എടുത്ത് കൈ കെട്ടിവെച്ചാൽ മാറാൻ പറ്റുന്നൊരു കേസാണെങ്കിൽ എന്തിനാണ് ഈ KMC ഹോസ്പിറ്റൽ അർജൻറ്റായിട്ട് സർജറി വേണമെന്നും അത് എത്രയും ലക്ഷം രൂപ ചെലവ് വരുമെന്നും പറഞ്ഞത്? എന്തായാലും ഈ വിഷയം കയറി അങ്ങ് കത്തുകയും ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ റീച്ച് ആവുകയും ചെയ്തു. അതിനുശേഷം പല ഡോക്ടേഴ്സും ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇവിടെ ഒരു ഡോക്ടറുടെ പ്രതികരണം വെക്കാം. This is scratch in the CT. It is clearly mentioned that displaced intra-articular fracture involved in the distal radius. I'm not an orthopedician, I'm just a surgery resident, but with my so-called verum MBBS knowledge, I can say the gold standard treatment for this condition is surgery. Google undallo just search cheyidu nokkiya kaanallo what are the complications of this condition. Plaster itte kai immobilize cheyyunnathu it's like a wait and watch. Adayathu namukku 3 ആഴ്ച plaster ഇട്ട് നോക്കാം, ഇത് ശരിയാകോ ഇല്ലയോ എന്ന് നോക്കാം, ശരിയായില്ലെങ്കിൽ സർജറി. അല്ലാണ്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് 3 ആഴ്ച കൊണ്ട് നിന്റെ കൈ അടിപൊളിയാവും, സെറ്റ് ആവും ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്നല്ല അതിനർത്ഥം. ഇറ്റ് കൻ നെവർ ബി ദ ബെസ്റ്റ് ഓപ്ഷൻ ഇൻ ദിസ് കേസ്. അതായത് ഇറ്റ്സ് ജസ്റ്റ് അനദർ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ. ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ്പോൺ യു. പിന്നെ കോൺഫിഡന്റ് ആയി ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് സംസാരിക്കാനുള്ള കഴിവുണ്ടെന്ന് കരുതി എന്ത് പൊട്ടത്തരങ്ങളും വെച്ച് പറയാമെന്ന്. പിന്നെ ഡോക്ടർമാരെ കുറിച്ചാണല്ലോ, അപ്പൊ കുറച്ച് മസാല കൂടി ഇട്ട് ആഡ് ചെയ്ത് നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ അടിച്ച പോലെ 2 മില്യൺ അടിക്കും എന്ന ഓവർ കോൺഫിഡൻസ് കൂടെ ഉള്ളത് കൊണ്ടാണ് പ്രമുഖനായ ജേർണലിസ്റ്റ് ചേട്ടൻ ഇത് പറയുന്നതെങ്കിൽ is that the professionalism you have learned? പിന്നെ ഈ പറഞ്ഞ 2 ലക്ഷം രൂപയുടെ കണക്ക്. Of
course it's a private hospital, they will charge a particular amount for the surgery, for the implant, hospital stay and so on. ഒന്നും ഫ്രീ ആയിരിക്കില്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയിരിക്കുമ്പോൾ. ഇത്ര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ചേട്ടൻ, why don't you have a medical insurance in such a scenario to avoid such financial burden? അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാൻ മേലായിരുന്നു. 25 വയസ്സ് പോലും പ്രായമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഡോക്ടറാണ് 2 ലക്ഷം രൂപയുടെ തട്ടിപ്പ് സർജറി നാളെ തന്നെ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞത്. I don't know how you can blame that first person. 35 വയസ്സിലെ ഡോക്ടറാണ്, ഒന്നും പഠിക്കാണ്ടെന്ന് എന്താ മനസ്സിലാവുന്നില്ല. What the nonsense you are saying? എന്ത് മിസ് ഇൻഫർമേഷൻ, ഫുൾ കോൺഫിഡൻസിലാണ് പറയുന്നത്. ഞാൻ ഉദ്ദേശമായിട്ട് നടന്നു. ആൾക്കാർ ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ മിസ് ഇൻഫർമേഷൻ എല്ലാവരുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. ഡോക്ടർമാരെ വീണ്ടും വീണ്ടും ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. സോ യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. നമ്മുടെ RJ അന്തുവിനോട് നമ്മുടെ ഡോക്ടർ ചേച്ചിക്ക് നല്ല രീതിയിലുള്ള കലിപ്പുണ്ട്. അത് പുള്ളിക്കാരുടെ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എന്തായാലും ഡോക്ടേഴ്സിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ഈ ചേച്ചി ഇൻസ്റ്റഗ്രാമിൽ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ കമന്റ് ബോക്സ് ഇപ്പോഴും ഓഫായി തന്നെയാണ് കിടക്കുന്നത്. ചിലപ്പോൾ നാട്ടുകാരുടെ പ്രതികരണം പുള്ളിക്കാർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കും. എന്തായാലും ഈ RJ അന്തു ഇട്ട വീഡിയോയുടെ താഴെ KMC ഹോസ്പിറ്റലിനെ പറ്റി ഒരുപാട് പേര് പറയുന്നുണ്ട്. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിന് ഇങ്ങനെ കൊള്ള നടത്താൻ പാടുണ്ടോ? ഇതേപോലെ 2 ആഴ്ചത്തോളം റെസ്റ്റ് എടുത്താൽ മാറാവുന്ന ഒരു കേസാണെങ്കിൽ എന്തിനാണ് അർജന്റായിട്ട് സർജറി നടത്തുന്നത്? അത്രയും ആഴ്ച വെയിറ്റ് ചെയ്താൽ പോരെ? 2 ലക്ഷം രൂപ എന്ന് പറയുന്നത് നിസ്സാര കാശൊന്നും അല്ലല്ലോ. എന്തായാലും പുള്ളിക്കാരി പറയുന്നത് നമ്മുടെ RJ അന്തുവിൻ്റെ ഒരു ഇൻഷുറൻസ് എടുത്ത് വെച്ചാൽ പോരെ, ആ ഓപ്പറേഷൻ അങ്ങ് ചെയ്താൽ പോരെ. RJ അന്തുവിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഡോക്ടർ ചേച്ചി രംഗത്തെത്തിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ജനങ്ങളിൽ നിന്ന് ഇത്രത്തോളം കാശ് ഈടാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സർക്കാരിൻ്റെ കഴിവുകേട് മാത്രമാണ്. കാരണം ഇത്രത്തോളം ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഒരൊറ്റ എണ്ണം പോലും പേരെടുത്ത് പറയാൻ നല്ലതായിട്ടില്ല. എവിടെ ചികിത്സയ്ക്ക് പോയാലും കത്രികയോ പഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് ജനങ്ങളെ ദ്രോഹിക്കുകയാണ് അവരുടെ പ്രധാനപ്പെട്ട ഹോബി. ഇനി അതിനെ ആരെങ്കിലും കുറ്റം പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ന്യായീകരിച്ച് മെഴുകാൻ നമ്മുടെ മന്ത്രി രംഗത്തെത്തും. മന്ത്രി രംഗത്തെത്തി കഴിഞ്ഞാൽ പിന്നെ ആർക്കാണോ ഒരു ദുരവസ്ഥ വന്നത് അവരുടെ വീട്ടിൽ പോയി ചീത്ത വിളിക്കാനും അനാവശ്യം പറയാനും അവരുടെ കമൻറ്റ് ബോക്സിൽ മോശം പറയാനും കുറേ പാർട്ടി തൊഴിലാളികളും കാണും. എന്തായാലും ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഇത്രത്തോളം ജനങ്ങളെ പിഴിഞ്ഞ് ഊറ്റിയെടുക്കുന്നത്. നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ ഇത്രത്തോളം മോശമായ അവസ്ഥ കാരണമാണ് പാവപ്പെട്ട ജനങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും ഇത്രത്തോളം കാശ് ചെലവ് അവർക്കുണ്ടാവുന്നതും. എന്തായാലും നമ്മുടെ RJ അന്തുവിനെ ഇത്രത്തോളം വിമർശിച്ച ആ ഡോക്ടർ ചേച്ചി 2 ആഴ്ചയ്ക്ക് ശേഷം RJ അന്തുവിൻ്റെ കൈയുടെ അവസ്ഥ കണ്ട് എന്ത് പറയുമെന്ന് നമുക്ക് നോക്കാം. സർജറി ഉടനെ തന്നെ ചെയ്തില്ലെങ്കിൽ കൈ പൂർണ്ണമായി നശിച്ചു പോകുമെന്ന് പറഞ്ഞ നമ്മുടെ KMC ഹോസ്പിറ്റലിൽ പറഞ്ഞ വാദമാണോ കറക്റ്റ്? അതേ 2 ആഴ്ച റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നമാണോ RJ അന്തുവിനുള്ളത് എന്ന് നമുക്ക് 2 ആഴ്ചയ്ക്ക് ശേഷം RJ അന്തുവിൻ്റെ ഹെൽത്ത് കണ്ട് മനസ്സിലാക്കാം. എന്തായാലും ജനങ്ങളെ കൊള്ളയടിക്കാൻ ഇതുപോലത്തെ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നിലവിൽ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൻ്റെ ഇത്രത്തോളം മോശമായ അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെ വളർച്ച. ഇതൊന്നും ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ല. കാരണം സർക്കാർ മാറിയാലേ ഇതുപോലത്തെ കാര്യങ്ങൾ നന്നാവുള്ളൂ. കപ്പിത്താനും കപ്പിത്താൻ്റെ കുടുംബക്കാർക്ക് സർക്കാർ ചെലവിൽ അമേരിക്കയിലും ലണ്ടനിലൊക്കെ പോയി ധാരാളം ചികിത്സ നടത്താനുള്ള കാശ് ഗവൺമെൻറ് ഫണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ സർക്കാർ ആശുപത്രിയുടെ ഗതി എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ ചൂഷണം ചെയ്തുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നല്ല രീതിയിൽ കാശുണ്ടാക്കും.